മഹാഭാരതത്തില് യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മുനിയുടെ മുൻപിലിരിക്കുമ്പോൾ രാജ്യമെല്ലാം നഷ്ടപ്പെട്ട് അരക്കില്ലത്തിന് തീ കൊടുത്തു. അരക്കില്ലത്തിലാണ് യുധിഷ്ഠിരാദികളായിട്ടുള്ള പാണ്ഡവന്മാർ താമസിച്ചിരുന്നത്. അതിനെ കത്തിച്ചു കൗരവര്. അവിടെ നിന്നും പലായനം ചെയ്ത്, നാട്ടിൽ നിൽക്കാൻ പറ്റാതെ പഞ്ചപാണ്ഡവർ അവിടെ നിന്ന് പലായനം ചെയ്ത് വളരെ വിഷമിച്ച്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, കയറി കിടക്കുവാൻ സ്ഥലമില്ലാതെ പഞ്ചപാണ്ഡവന്മാരും പാഞ്ചാലിയും അലയുന്ന സമയത്ത് മാർക്കണ്ഡേയ മുനിയെ കാണുകയുണ്ടായി. മാർക്കണ്ഡേയ മഹർഷിയോട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തൊരു ദുരിതമാണിത് ഞങ്ങളുടെ ജീവിതത്തിൽ. ഇത്രയും യാതനയും വേദനയും അനുഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഈ മണ്ണിലുണ്ടാകുമോ എന്ന് യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്. അവിടെ മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്, യുധിഷ്ഠിര, ഈ രാമന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ വെച്ച് ഇതുമായി തുലനം ചെയ്യുമ്പോൾ നിന്റെ ഒന്നുമല്ല. അത്രയും യാതനയും വേദനകളും ക്ലേശങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള മഹാപുരുഷനാണ് സാക്ഷാൽ രാമൻ എന്ന് പറയുന്നത്. ആ രാമനെ നമ്മുടെ മുൻപിലേക്ക് ഒരു മാസക്കാലഘട്ടം അവതരിപ്പിക്കുമ്പോൾ ആ രാമന്റെ ജീവിത ദുഃഖങ്ങളും രാമന്റെ ജീവിത ധർമ്മങ്ങളും രാമന്റെ ജീവിത സന്ദേശങ്ങളും നമുക്ക് നൽകേണ്ടത് ജീവിതത്തിന്റെ ഏതൊരു ക്ലേശകരമായ സാഹചര്യങ്ങളിലും അതിനെല്ലാം തരണം ചെയ്ത് പോകാനുള്ള ഒരു ഉത്തേജക ഔഷധമായിട്ടാണ് ആചാര്യന്മാർ രാമായണത്തെ നമ്മുടെ മുൻപിലേക്ക് തരുന്നത് തന്നെ. ഇത് വർഷത്തിലൊരിക്കൽ ഒരു മാസക്കാലഘട്ടമെങ്കിലും നമ്മളത് ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പുണ്യമാസത്തോടൊപ്പം തന്നെ നടക്കുന്ന ഇത്തരം അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ നിങ്ങളുടെ പരാജയ ഭീതി അകറ്റാനും നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഭഗവത് അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരാനുമെല്ലാം ഈ പുണ്യമാസങ്ങൾ, ഇത്തരത്തിലുള്ള പുണ്യമാസങ്ങൾ വളരെ ഉപകാരപ്രദമായി തീരണം. അതിന്റെ ജീവിതത്തിൽ ചില നിഷ്ഠകൾ കൂടി ആചരിക്കാൻ കൂടി കണക്കാക്കിയാണ് ആചാര്യന്മാര് ഇതിനെല്ലാം പുണ്യമാസം എന്ന്, ചാതുർമാസ്യങ്ങളിൽ ഭാരതത്തിലെ ഋഷീശ്വരന്മാര് ചാതുർമാസ്യ വ്രതം ആരംഭിക്കുന്ന കാലഘട്ടമായത്. ചാതുർമാസ്യ വ്രതത്തിലെ ആദ്യത്തെ ഒരു മാസം തുടങ്ങുന്നത് ദക്ഷിണായന പുണ്യകാലമാകുന്ന കർക്കിടകത്തിന്റെ ആരംഭം മുതലാണ്. ആ ദക്ഷിണായന പുണ്യകാലത്തിന്റെ കർക്കിടകത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക് സായം സന്ധ്യ ആരംഭിക്കുന്ന സമയം എന്ന് പറയണം. ദേവന്മാരുടെ സായം സന്ധ്യയാണ്. ദേവന്മാർ സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. നമ്മളൊക്കെ വൈകുന്നേരം വിളക്ക് കൊളുത്തി വെച്ച് എല്ലാ വീടുകളിലും പ്രാർത്ഥിക്കുന്നത് പോലെ ദേവന്മാരുടെ സായം സന്ധ്യയിൽ ദേവോപാസന ചെയ്താൽ ഇരട്ടി ഫലമാണ് പറയുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ. അത്തരം പുണ്യം നമുക്ക് എല്ലാവർക്കും ആർജിക്കാൻ ഇനിയും വളരെ കുറച്ച് ദിവസം കൂടി ഉണ്ട്. 1/3 ദിവസം കൂടി ഇനിയും ബാക്കിയുണ്ട് കർക്കിടക മാസത്തില്. ഇതിന്റെ പേരിലാണ് നാലമ്പല ദർശനം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ മത ആദർശങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവർ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താനാണ് ഈ നാലമ്പല ദർശനം. നാലമ്പലം എന്ന് പറയുന്ന രാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ക്ഷേത്രം മാത്രമല്ല, മറ്റേതൊരു ക്ഷേത്ര ദർശനമാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഏതൊരു ക്ഷേത്ര ദർശനവും നമുക്ക് ഈ പുണ്യമാസത്തിൽ നിർവഹിക്കുന്നത് നമ്മുടെ മാനസിക മൂല്യങ്ങളെ ഉണർത്തുവാനും ആരോഗ്യപ്രദമാക്കുവാനും കഴിയും. അത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ നടക്കുന്ന ഈ മംഗളദീപ സമർപ്പണവും ഉപയോഗപ്രദമാക്കുക, കൂടുതൽ മനസ്സിനെ ഏകാഗ്രമാക്കുവാനായിട്ട് ഈ മംഗളദീപം നിങ്ങൾക്ക് സഹായകമായിട്ട് തീരട്ടെ. ഭഗവത് അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഭഗവത് പ്രാർത്ഥനയിലേക്ക് കടക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കുക, സ്വസ്ഥചിത്തമാക്കുക. ഭഗവത് സമക്ഷത്തിലേക്ക് നമുക്ക്
യാത്ര ചെയ്യാം. സാക്ഷാൽ മുരുകൻ തന്നെയാണ്, സാക്ഷാൽ പരമശിവനെന്ന് നമ്മളോട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ ശിവശതകം എഴുതിയപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് ഗുരുദേവൻ നമ്മളോട് പറയുന്നത്, കനകമയിൽ മുകളേറി വേലുമേന്തി കനിവൊടു കൺകണം നിറഞ്ഞു. ശ്രീനാരായണ ഗുരു നമ്മളോട് പറയാണ്, കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ഭക്തൻ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ കനിവോടെ ഭഗവാന്റെ കണ്ണ് നിറയുന്ന പറയണം. ഭക്തൻ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാണ്? അത്രയും വലിയ സങ്കടം വരുമ്പോഴാണ് ഈശ്വര സമക്ഷത്തിൽ ചെന്ന് കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട സാഹചര്യം. പലപ്പോഴും പലരും ഇവിടെ വന്ന് നിന്ന് കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ദൈന്യമായ ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോഴാണ് അത്രയും ആഴത്തിലുള്ള പ്രാർത്ഥനകളുമായി വരുന്നത്. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ കനിവോടെ കൺകണം നിറഞ്ഞു, കനിവോടുകൂടി ഭഗവാന്റെ കണ്ണ് അകത്ത് നിറയും. ഇങ്ങനെ നിറയണമെങ്കിൽ ഈശ്വരനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭൂതിയായിട്ട് അതിനെ കാണാൻ കഴിയണം. രാമായണത്തില് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ജടായുവിന്റെ അടുത്ത് സീതാന്വേഷണമായിട്ട് കുറച്ച് വാനരന്മാർ വരുന്നുണ്ട്. ജടായുവിന്റെ അടുത്ത് കൂടി പോകുമ്പോൾ ജടായു പറയും, ഒരു സ്ത്രീയെയും കൊണ്ട് ഒരാൾ ഇതിലെ തെക്കോട്ട് പോയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ദക്ഷിണ ദിക്കിലേക്ക് സീതയെയും കൊണ്ട് പോയിട്ടുണ്ടെന്ന് വാനരന്മാരോട് പറഞ്ഞിട്ടും വാനരന്മാരിങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ച് ഒരു കാടിന്റെ നടുക്ക് ചെന്നിട്ട് അവിടെ നിന്ന് 4 ദിക്കിലേക്കും ചിതറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. കുറച്ച് വാനരന്മാർ തെക്കോട്ട് പോകും, കുറച്ചു പേര് പടിഞ്ഞോട്ടും കിഴക്കോട്ടും വടക്കോട്ടുമായിട്ട് കുറെ വാനരന്മാര് പോകും. ഇപ്പൊ ജടായു തെക്കോട്ട് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും വാനരന്മാർക്ക് അതിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാതെ മറ്റു ദിക്കുകളിലേക്ക് ഒരു കാട്ടിൽ വെച്ച് പിരിഞ്ഞു പോകുന്നത് കാണാം. വളരെ കുറച്ച് ആളുകളാണ് തെക്ക് ദിശയിലേക്ക് സീതാന്വേഷണത്തിന് പോകുന്നത്. അത് അവിടെയുള്ള മേരുപർവ്വതത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കുകയാണ്. ഒരാൾക്ക് മാത്രമാണ് പരമാത്മാവായിട്ടുള്ള സീതയെ കാണാൻ കഴിഞ്ഞുള്ളൂ, ബാക്കി ഒരാൾക്കും കാണാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയോടുകൂടി, ഭക്തിയോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി ഏതൊന്നിനെ ലാക്കാക്കിക്കൊണ്ട് നാം സഞ്ചരിക്കുന്നുവോ ആ സഞ്ചാരം പൂർണ്ണമായി ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ആ ഒരു ചരിതം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിടെ ലക്ഷ്യത്തിൽ ആ പരമാത്മാവാകുന്ന സീതയെ കാണാൻ കഴിയുന്നത് ഹനുമാന് മാത്രമാണ്. വേറെ ആർക്കും ഒരു വാനരനും ഇവിടെ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതും. വാനരൻ എന്ന് നമ്മളെ സൂചിപ്പിക്കുന്നത് ചഞ്ചല ചിത്തരെയാണ്, മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയാത്തവര്. നമ്മളിൽ ഭൂരിഭാഗം പേരും അങ്ങനെയാണ്, ഏകാഗ്രമാക്കാൻ കഴിയാത്തവർ. അതാണ് വാനരൻ എന്ന് സൂചന നൽകുന്നത്. അപ്പൊ അതിലൊരാൾക്ക് മാത്രമാണ് അവിടെ എത്താൻ കഴിയുന്നത്. ആ ഒരാള് നമ്മൾ ഓരോരുത്തരുമായാൽ തീർച്ചയായും നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. അതിനു വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുമാറാകട്ടെ. മനസ്സിനെ ഏകാഗ്രമാക്കുക, ഭഗവാനിൽ ഹൃദയത്തെ ഉറപ്പിക്കുക, അനുഗ്രഹ സിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമോ നമോ ഗണേശായ. നമസ്തേ ശിവസൂനവേ. നിർവിഘ്നം കുരു മേ ദേവ. സർവകാര്യേഷു സർവദാ. സ്കന്ദായ കാർത്തികേയായ പാർവതീ നന്ദനായ ച മഹാദേവ കുമാരായ
സുബ്രഹ്മണ്യായ തേ നമഃ. സുബ്രഹ്മണ്യായ തേ